ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രോൾ ലോജിക്സ് ആണ്. ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹാർഡ്വെയറിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പാർട്ടാണ്. അപ്പോൾ ഹാർഡ്വെയർഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അതിന് ഏതൊക്കെ ഹാർഡ്വെയർ കോമ്പണൻസ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു സ്പെസിഫിക് എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഹാർഡ്വെയർഡ് കൺട്രോൾ ലോജിക് വെച്ച് ഡിസൈൻ ചെയ്യും, അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം, അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ള മെത്തേഡുകൾ, അങ്ങനെ കുറേ ബ്രീഫായിട്ടുള്ള നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 1.5 hours ഒരു സെഷൻ നമ്മൾ ഹാർഡ്വെയറിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക്. സോ എന്താണ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക്? മറ്റേ നമ്മൾ ഹാർഡ് വയേർഡ് ആയിരുന്നു പഠിച്ചത് അല്ലേ? സോ ഇൻ ദിസ് architecture, the control signals are generated based on micro programs stored in the memory rather than through a fixed combinational logics as in hardware control. ഹാർഡ്വെയർ കൺട്രോൾ നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ കോമ്പണൻസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇവിടെ അതിന് പകരം മൈക്രോ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ലോജിക് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് എന്ത് പറയാം? മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ പാർട്ടുകളാണ് നമുക്കതിൽ വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക്കിൽ നമുക്ക് ബ്രീഫായിട്ട് പഠിക്കാനുള്ളത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഇതിൻ്റെ സ്ട്രക്ചറിൽ വരുന്നൊരു പാർട്ടാണ് സീക്വൻസർ. എന്താണ് സീക്വൻസർ? സീക്വൻസർ എന്താണെന്നൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. ഈ സീക്വൻസറിലേക്ക് 3 രീതിയിലാണ് നമ്മൾ ഇൻപുട്ടുകൾ കൊടുക്കുന്നത്. 3 രീതിയിലുള്ള കൺട്രോൾ ഇൻപുട്ടുകളാണ് സീക്വൻസറിലേക്ക് കൊടുക്കുന്നത്. ഒന്ന് നമ്മൾ കൊടുക്കുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്നാണ്. IR എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ആക്ച്വലി എന്താണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. പിന്നെ നമുക്ക് വരുന്നത് 2 സ്പെസിഫിക് ആയിട്ടുള്ള കേസും കൂടി നമുക്ക് വരുന്നുണ്ട്. ഒന്ന് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഇൻപുട്സ് ആണ്. എക്സ്റ്റേണൽ ഇൻപുട്സ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള കണ്ടീഷണൽ കോഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷണൽ കോഡ്സിൽ നിന്നും എക്സ്റ്റേണൽ ഇൻപുട്സിൽ നിന്നും ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്നുള്ള ഡാറ്റ ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിന് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, സീക്വൻസർ കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററാണ്. എന്താണ് നമ്മുടെ ബ്ലോക്കിൻ്റെ പേര്? കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. ഇതിൻ്റെ ഫങ്ഷനൊക്കെ എന്താണെന്ന് നമുക്ക് പറയാം. കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. ഓക്കെ, ഇതിലേക്ക് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ക്ലോക്ക് കൊടുത്തിട്ടാണ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. യെസ്, ഇതിൽ നിന്ന് നമ്മൾ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ആണല്ലോ, ഇതിൽ നിന്ന് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള അഡ്രസ്സിനെ പുറത്തേക്ക് എടുക്കും. ഓക്കെ, ഈ അഡ്രസ്സിൽ നിന്ന് നമ്മൾ ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള അഡ്രസ് പാർട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കൺട്രോൾ മെമ്മറിയിലേക്ക് കണക്ട് ചെയ്യും. കൺട്രോൾ മെമ്മറി. ഓക്കെ, അപ്പോൾ കൺട്രോൾ മെമ്മറീസ് സാധാരണ കൺട്രോൾ വേർഡ്സിനെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം എനിക്ക് വരുന്നത് മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് എന്നുള്ളൊരു ബ്ലോക്ക് വരും. മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, ഫൈനലി നമ്മൾ ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നമ്മൾ ആക്ച്വലി ഇവിടെ കൺട്രോൾ വേർഡ്സ് ആണ് ഇതിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത്. കൺട്രോൾ വേർഡ്സ്. ഫൈനലി നമ്മൾ മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ഇതിനെ കണക്ട് ചെയ്യുന്നത് ഡീകോഡറിലേക്കാണ്. ഡീകോഡർ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഒരു മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക്കിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ബേസിക് ലോജിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ. അപ്പോൾ ഇത് നമുക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു ഹാർഡ്വെയർഡ് കൺട്രോളിൽ നമ്മൾ നോർമലി ഫിക്സഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ ലോജിക്സ് ആയിരുന്നു യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ മൈക്രോ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ കൺട്രോൾ ലോജിക്ക് പെർഫോം ചെയ്തതെങ്കിൽ ഇത് നമുക്ക് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക് എന്ന് പറയാം. അപ്പം ബ്രീഫായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇതാണ് ആക്ച്വലി നമ്മുടെ സ്ട്രക്ചർ. എല്ലാവരും കണ്ടോ? യെസ്. സോ ദ ഡയഗ്രാം represent a microprogrammed control unit which is a key component of a microprogrammed control system in CPU. അപ്പോൾ ഇതിൽ എന്തൊക്കെ പാർട്ടുണ്ട്? അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന IR അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനെ കുറിച്ചാണ്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റോർ ദി കറണ്ട് ഇൻസ്ട്രക്ഷൻ ഫെച്ച്ഡ് ഫ്രം മെമ്മറി ആൻഡ് സെൻഡ് ദി ഇൻഫർമേഷൻ ടു ദി സീക്വൻസർ
ടു ഡിറ്റർമൈൻ ദി നെക്സ്റ്റ്. അപ്പോൾ കറണ്ട് ആയിട്ടുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യാനാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ റെജിസ്റ്റർ. അപ്പോൾ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്, ഇങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ സ്റ്റേജസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കറണ്ട് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യാൻ നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. നോർമലി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും അല്ലേ. ഈ കറണ്ട് ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻസിനെ സീക്വൻസറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ എന്താണ് സീക്വൻസർ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ആൻഡ് ബ്രാഞ്ച് അഡ്രസ് ജനറേറ്റർ എന്നും നമുക്കിതിനെ പറയാം. അപ്പോൾ ഇറ്റ് ജനറേറ്റ് ദി അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ നമ്മൾ കൊടുക്കുന്ന കറണ്ട് ആയിട്ടുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻസിൻ്റെ ബേസിൽ, അതായത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന കണ്ടീഷണൽ കോഡ്സിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഇൻപുട്സിൽ നിന്നുമാണ് ആക്ച്വലി സീക്വൻസർ എന്ന് പറയുന്ന പാർട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ടു ഡിറ്റർമൈൻ വെദർ ടു ഫെച്ച് ദി നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ഓർ ടു ബ്രാഞ്ച്. നമുക്ക് എന്താണെന്ന് നോക്കാം, അത് മനസ്സിലാവും നമുക്ക്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അത് ഫെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ബ്രാഞ്ച് ചെയ്തിട്ട് നേരിട്ട് കൺട്രോൾ മെമ്മറിയിലേക്ക് ലൂപ്പ് ചെയ്യാം. ഇതാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ. യെസ്. അപ്പോൾ ഇതാണ് നോർമലി ഒരു മൈക്രോ പ്രോഗ്രാം കൺട്രോൾ. ഇതിൻ്റെ ബാക്കി പാർട്ടുകളോട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് കൺട്രോൾ അഡ്രസ് രജിസ്റ്ററാണ്. കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സീക്വൻസറിൽ നിന്നുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് കൊടുക്കുന്നത്. ഇറ്റ് ഹോൾഡ് ദി അഡ്രസ് ഓഫ് നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെയാണ് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ സ്റ്റോർ ചെയ്യുക. സോ ഇറ്റ് വർക്ക് ലൈക്ക് എ പ്രോഗ്രാം കൗണ്ടർ ബട്ട് ഫോർ മൈക്രോ ഇൻസ്ട്രക്ഷൻസ്. ഇറ്റ് ഈസ് അപ്ഡേറ്റഡ് ബൈ സീക്വൻസർ. അപ്പോൾ നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസിൽ നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അത് സീക്വൻസറിൻ്റെ ഔട്ട്പുട്ടായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്നത് കൺട്രോൾ മെമ്മറിയാണ്. കൺട്രോൾ മെമ്മറി സ്റ്റോർ ദി മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഡിഫൈൻ ഹൗ ദ ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ്. സ്റ്റോർ ദി മൈക്രോ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഡിഫൈൻ ഹൗ ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ്. മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ്. അപ്പോൾ നമുക്കൊരു 100 പേജിലുള്ള മൈക്രോ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ആ 100 ലൈൻസും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്തിലാണ്? ഈ കൺട്രോൾ മെമ്മറിയിലാണ്. വെൻ ദ ഗിവൺ ആൻ അഡ്രസ് ദ കൺട്രോൾ വേർഡ് ദാറ്റ് കണ്ടെയ്ൻ കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ കൺട്രോൾ വേർഡുകളെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് കൊടുക്കും. ദ റീഡ് കമാൻഡ് ഫെച്ചസ് ദി കറസ്പോണ്ടിങ് കൺട്രോൾ വേർഡ്. ഇവിടെ ഒരു റീഡ് കമാൻഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അഡ്രസ്സിനെ ബ്രാഞ്ച് ചെയ്തുകൊണ്ട് നേരിട്ട് കൊടുക്കാനാണ് നമ്മൾ ഈ റീഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. യെസ്. അടുത്തതാണ് മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന ഈ പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് സ്റ്റോർ ദി ഫെച്ച്ഡ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ഓർ കൺട്രോൾ വേർഡ്, എൻഷുവേഴ്സ് ദാറ്റ് ദ കൺട്രോൾ സിഗ്നൽസ് ആർ അവൈലബിൾ ഫോർ ഡീകോഡിങ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് പാർട്ട് കൺട്രോൾ മെമ്മറിയിൽ ഉണ്ടാവും. അതിൽ നിന്നുള്ള കൺട്രോൾ വേർഡ്സ്, ഓരോ കൺട്രോൾ വേർഡുകളെയും മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ സ്റ്റോർ ചെയ്യും അല്ലേ. അതിനുശേഷം അതിനെ പാസ് ചെയ്യുന്നത് ഡീകോഡറിലേക്കാണ്. വാട്ട് ഈസ് ഡീകോഡർ? ഡീകോഡർ കൺവേർട്ട് ദി കൺട്രോൾ വേർഡ് ഇൻ ടു ആക്ച്വൽ കൺട്രോൾ സിഗ്നൽസ്. നമ്മൾ കൺട്രോൾ വേർഡിനെ ആക്ച്വൽ ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഡീകോഡർ യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യും? ദീസ് കൺട്രോൾ സിഗ്നൽ ഇൻറ്റേർണൽ CPU ഓപ്പറേഷൻ ആൻഡ് എക്സ്റ്റേർണൽ കമ്മ്യൂണിക്കേഷൻ വയ സിസ്റ്റം ബസ്. അതായത് നമ്മൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള CPU ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എക്സ്റ്റേർണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബസ്സസിലേക്കും നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. ഓക്കെ. ഫൈനലി ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ കൺട്രോൾ സിഗ്നൽ വിത്തിൻ CPU, അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽ ടു സിസ്റ്റം ബസ്. ഇങ്ങനെയാണ് നമുക്ക് രണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ വിത്തിൻ CPU എന്ന് പറഞ്ഞാൽ ഇറ്റ് മാനേജസ് ദി ഇൻറ്റേർണൽ ഓപ്പറേഷൻ സച്ച് ആസ് ALU കൺട്രോൾ, രജിസ്റ്റർ ഓപ്പറേഷൻ ആൻഡ് മെമ്മറി. അപ്പോൾ നമുക്ക് കിട്ടിക്കുന്ന ഫൈനൽ ആയിട്ടുള്ള കൺട്രോൾ വേർഡിനെ CPUവിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ നമ്മൾ ഫസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ സിസ്റ്റം ബസ്സസിലേക്ക് നമുക്ക് പാസ് ചെയ്യാം. മാനേജസ് ദി എക്സ്റ്റേർണൽ ഓപ്പറേഷൻ ലൈക്ക് മെമ്മറി റീഡ് ഓർ മെമ്മറി റൈറ്റ് ഓർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യാനാണ് നമ്മൾ അടുത്ത ഔട്ട്പുട്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സാധാരണ രീതിയിൽ ഒരു മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക് അല്ലേ? യെസ്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെയ്യുന്നത് ദ സീക്വൻസർ ഡിറ്റർമൈൻ ദി നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ അഡ്രസ്. കറക്റ്റ് അല്ലേ? ദ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ലോഡ് ദിസ് അഡ്രസ്. അപ്പോൾ നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് അഡ്രസ്സിനെ ആണ് സീക്വൻസർ ഡിറ്റർമൈൻ ചെയ്യുക. ഇതിനെ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിലേക്ക് നമ്മൾ കൊടുക്കും. ദ കൺട്രോൾ മെമ്മറി ഫെച്ചസ് ദി കറസ്പോണ്ടിങ് മൈക്രോ ഇൻസ്ട്രക്ഷൻ. ഇതിനെ ഫെച്ച് ചെയ്യാൻ കൺട്രോൾ മെമ്മറി യൂസ് ചെയ്യും. ദ മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ സ്റ്റോർ ദി കൺട്രോൾ വേർഡ്. ഇത് കൺട്രോൾ വേർഡുകൾ സ്റ്റോർ ചെയ്യാൻ നമുക്ക് മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. ഫൈനലി ദ ഡീകോഡർ ട്രാൻസ്ലേറ്റ് ഇൻ ടു എൻ ആക്ച്വൽ കൺട്രോൾ സിഗ്നൽ.
ആക്ച്വൽ ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ആയി ട്രാൻസ്ലേറ്റ് ചെയ്യും. ദ CPU എക്സിക്യൂട്ട്സ് മൈക്രോ ഓപ്പറേഷൻസ് അക്കോർഡിംഗ് ടു ദി സിഗ്നൽ. ആഡ് ആണോ സബ്ട്രാക്റ്റ് ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്നൊക്കെ നമുക്കറിയാം. ഇതിനനുസരിച്ച് CPU എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇതാണ് ശരിക്കും ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കിംഗ് ഒന്ന് പരിശോധിക്കാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത് കൺട്രോൾ അഡ്രസ് രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഇതിലിപ്പോൾ ഈ സീക്വൻസർ എന്ന് പറയുന്ന പാർട്ടൊക്കെ ബ്രീഫായിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രം നമുക്ക് ഈ മൊഡ്യൂളിൻ്റെ കൂടെ തന്നെ പഠിക്കാനുണ്ട്. ലാസ്റ്റ് ടോപ്പിക്കായിട്ട് 10 മാർക്കിന് ചോദിക്കുന്ന ഒരു essay ക്വസ്റ്റൻ ആണ്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ കുറിച്ചാണ് അല്ലേ. ദ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഹോൾഡ് ദി അഡ്രസ് ഓഫ് നെക്സ്റ്റ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ടു ബി റീഡ്. When a new instruction is loaded into the instruction register, the sequencer generate starting address and load to the control. അപ്പോൾ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇനീഷ്യലായിട്ടുള്ള സ്റ്റെപ്പ് നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിനുശേഷം ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കൊടുക്കുന്ന ഓരോ പാർട്ടുകളായിട്ട് 1 by 1 ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം അല്ലേ. ഫൈനലി അപ്പോൾ നമുക്ക് ഫെച്ച് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, വെൻ ദ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ കണ്ടെയ്ൻ എ വാലിഡ് അഡ്രസ്, ദ സീക്വൻസർ ഇഷ്യൂസ് റീഡ് കമാൻഡ് ടു കൺട്രോൾ മെമ്മറി. അപ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള അഡ്രസ്സ് ഓൾറെഡി നമുക്ക് ഉണ്ടെങ്കിൽ ഇത് നേരിട്ട് റീഡ് കമാൻഡ് കൊടുത്തിട്ട് കൺട്രോൾ മെമ്മറിയിലേക്ക് കൊടുക്കും. ദ കൺട്രോൾ മെമ്മറി ദെൻ ഫെച്ചസ് ദി കറസ്പോണ്ടിങ് കൺട്രോൾ വേർഡ് ഫ്രം ദി അഡ്രസ് ലൊക്കേഷൻ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് ലൊക്കേഷനിൽ നിന്ന് പ്രോപ്പറായിട്ട് ഫെച്ച് ചെയ്യും. ഇതാണ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ ഫെച്ച് ചെയ്തതിന് ശേഷം ഡീകോഡിംഗ് എന്നുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. ദ ഫെച്ച്ഡ് കൺട്രോൾ വേർഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ദിസ് രജിസ്റ്റർ ടെമ്പറലി സ്റ്റോർ ദി കറണ്ട് മൈക്രോ ഇൻസ്ട്രക്ഷൻ വിച്ച് കണ്ടെയ്ൻ ദി കൺട്രോൾ സിഗ്നൽസ്. കറക്റ്റ് അല്ലേ. ഫൈനലി നമ്മൾ ഈ ഫെച്ച് ചെയ്ത ഇൻഫർമേഷൻസിനെ മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യും. ഫൈനലി നമ്മൾ അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ഈ കൺട്രോൾ സിഗ്നൽസ് വെച്ചിട്ടാണ് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുക. ദ മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ പാസസ് ടു ദി കൺട്രോൾ വേർഡ് ടു ദി ഡീകോഡർ ആൻഡ് ദ ഡീകോഡർ ഇൻറപ്റ്റ്സ് ദ കൺട്രോൾ വേർഡ് ആൻഡ് ആക്ടിവേറ്റ് ദി കൺട്രോൾ സിഗ്നൽ ദാറ്റ് കോർഡിനേറ്റ്സ് ദി ഓപ്പറേഷൻ ഓഫ് ഇൻറ്റേർണൽ CPU കോമ്പണൻസ് ആൻഡ് എക്സ്റ്റേർണൽ സിസ്റ്റം ബസ്. അപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള CPU കോമ്പണൻസിലേക്കും എക്സ്റ്റേർണൽ ആയിട്ടുള്ള സിസ്റ്റം ബസ്സിലേക്കും നമ്മളിതിനെ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നോർമലി നമ്മൾ ഒരു കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോർമലി നമ്മൾ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇൻക്രിമെൻ്റ് ആൻഡ് എക്സിക്യൂഷൻ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാം. ദ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഈസ് ഇൻക്രിമെൻറ്റഡ് ഓട്ടോമാറ്റിക്കലി ബൈ ദി ക്ലോക്ക് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദി മൈക്രോ. അപ്പോൾ നമ്മളിപ്പോൾ കറണ്ട് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസിൻ്റെ അഡ്രസ്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ തവണ ക്ലോക്ക് സിഗ്നൽ കൊടുക്കുമ്പോഴും ഇത് ഓരോ തവണ എന്ത് ചെയ്യും, ഇൻക്രിമെൻറ്റ് ചെയ്യും. So this ensures the next micro instruction is read from the control memory and continuing the sequence. If branching is required, the sequencer update the PC with a new address. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു അഡ്രസ്സിൽ നിന്ന് ഒരുപാട് അഡ്രസ്സ് കഴിഞ്ഞിട്ടുള്ള ലൊക്കേഷനിലേക്കാണ് ബ്രാഞ്ച് ചെയ്യേണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മൈക്രോ പ്രോഗ്രാം കൺട്രോൾ ലോജിക്കിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് നോക്കാം. ബേസിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് നോക്കാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതിൻ്റെ ബേസിക് അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇറ്റ് സിംപ്ലിഫൈസ് ദി കൺട്രോൾ യൂണിറ്റ് ഡിസൈൻ. ദിസ് ഡിസൈൻ ഈസ് ചീപ്പർ ആൻഡ് ലെസ് പ്രോൺ ടു കമ്പയർ ടു ഹാർഡ്വെയർ. അപ്പോൾ ഹാർഡ്വെയറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പറാണ്, അതുപോലെ തന്നെ എറേഴ്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് കൺട്രോൾ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. കൺട്രോൾ ഫങ്ഷൻസ് ആർ ഇംപ്ലിമെൻറ്റഡ് ത്രൂ സോഫ്റ്റ്വെയർ റാദർ ദാൻ ഹാർഡ്വെയർ, മേക്കിംഗ് ദം ഈസിയർ ടു മോഡിഫൈ. അപ്പോൾ ഹാർഡ്വെയറിന് വരെ നമ്മൾ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി ഡിസൈൻ പ്രോസസ്സ്, വളരെ സിസ്റ്റമാറ്റിക്കും ഓർഡറിലായിട്ടുള്ള ഡിസൈൻ പ്രോസസ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദ സ്ട്രക്ചേർഡ് അപ്രോച്ച് മേക്ക് ദി ഡെവലപ്മെൻറ്റ് ആൻഡ് ഡീബഗിങ് പ്രോസസ്സ് ഈസിയർ. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അപ്ഗ്രേഡബിലിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. ദ കൺട്രോൾ യൂണിറ്റ് ക്യാൻ ബി മോഡിഫൈഡ് ടു accommodate new system specification or to correct the errors efficiently. അടുത്തതാണ് efficient execution of complex function. കോംപ്ലക്സ് ഫങ്ഷൻസ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഓപ്പറേഷൻ സച്ച് ആസ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് അരിത്തമെറ്റിക് ക്യാൻ ബി ഹാൻഡിൽഡ് എഫക്റ്റീവ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർഡ്വെയറിൻ്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻസ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. സ്ലോവർ കമ്പയർ ടു ഹാർഡ്വെയർ കൺട്രോൾ. ഹാർഡ്വെയർ കൺട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്ലോവർ ആയിരിക്കും എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ
ഇൻക്രീസ്ഡ് ഹാർഡ്വെയർ കോസ്റ്റ്. ഓൾദോ ഫ്ലെക്സിബിൾ, മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ റിക്വയർ എക്സ്ട്രാ ഹാർഡ്വെയർ ഫോർ കൺട്രോൾ മെമ്മറി ആൻഡ് ആക്സസ് സർക്യൂട്ടറി. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ലോജിക് എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഹാർഡ്വെയർഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണിത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബേസിക് എക്സാമ്പിളും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. എക്സാമ്പിൾ കൂടി പറയുമ്പോഴാണ് നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, ഇനി നമുക്ക് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ സർക്യൂട്ട്സിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. ഇതൊരു തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്, ഹാർഡ്വെയർഡ് പോലെ കോംപ്ലക്സ് ഉള്ള പാർട്ടൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസൈൻ എ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ സർക്യൂട്ട് ഫോർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ബൈനറി നമ്പേഴ്സ് ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷനാണ്. നമ്മളിപ്പോൾ ഹാർഡ്വെയറിൽ ചെയ്ത സെയിം കേസാണ്. അതായത് സൈൻ മാഗ്നിറ്റ്യൂഡ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് യൂസിങ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ സർക്യൂട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് മെത്തേഡിൽ ചെയ്യാം, ഞാൻ ചെയ്യുന്ന മെത്തേഡും കറക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് അണ്ടർസ്റ്റാൻഡ് ദി ഓപ്പറേഷൻ ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം. ഈ സൈൻ മാഗ്നിറ്റ്യൂഡിൻ്റെ ഓപ്പറേഷനൊക്കെ നമ്മൾ വളരെ ബ്രീഫായിട്ട് പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനുള്ളത് സൈൻ ബിറ്റ് കണ്ടുപിടിക്കണം. സൈൻ ബിറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് സൈന് ഡിസൈഡ് ചെയ്യുന്നത്. എം എസ് പിയുടെ വാല്യൂ 0 ആണെങ്കിൽ അത് പോസിറ്റീവായിട്ടും 1 ആണെങ്കിൽ അത് നെഗറ്റീവായിട്ടുമാണ് നമ്മൾ എടുക്കുക. പിന്നെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എന്താണ് മാഗ്നിറ്റ്യൂഡിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്? ദ റിമൈനിങ് ബിറ്റ്സ് റെപ്രസെൻറ്റ് ദി ആബ്സല്യൂട്ട് വാല്യൂ. അപ്പോൾ ഫസ്റ്റ് ബിറ്റ് സൈൻ ബിറ്റും റിമൈനിങ് ബിറ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലോജിക് എന്ന് പറയുന്നത് ഇഫ് ദ സൈൻസ് ആർ സെയിം പെർഫോം മാഗ്നിറ്റ്യൂഡ് അഡീഷൻ, സോ ദ സൈൻസ് റിമൈൻ സെയിം. If the signs are different, perform magnitude subtraction and the sign is of the number with the larger magnitude. ഏതിനാണോ ലാർജർ മാഗ്നിറ്റ്യൂഡ് ആ മാഗ്നിറ്റ്യൂഡിൻ്റെ സൈനാണ് നോർമലി വരിക. അപ്പോൾ ഇതാണ് ശരിക്കും ഇവിടെ നടക്കുന്ന ഒരു ഓപ്പറേഷൻ. രണ്ട് സൈൻസും സെയിം ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം, രണ്ട് സൈൻസും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യണം. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ് തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്തൊക്കെ കോമ്പണൻസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് വേണം അല്ലേ? എ ബി എന്നുള്ള രജിസ്റ്ററും അക്യുമുലേറ്ററും ടെമ്പററി രജിസ്റ്റേഴ്സും ഒക്കെ വേണം. ALU വേണം, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അതായത് അഡീഷനും സബ്ട്രാക്ഷനും പെർഫോം ചെയ്യാൻ നമുക്ക് ALU വേണം. അതുപോലെ തന്നെ കൺട്രോൾ മെമ്മറി വേണം. മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ സാധാരണ കൺട്രോൾ മെമ്മറി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ വേണം. ഹോൾഡ് ദി അഡ്രസ് ഓഫ് കറണ്ട് മൈക്രോ ഇൻസ്ട്രക്ഷൻ, നമ്മൾ കറണ്ട് ആയിട്ടുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെ ഹോൾഡ് ചെയ്യാൻ നമ്മളിവിടെ കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ കൺട്രോൾ ബഫർ രജിസ്റ്റർ വേണം. ഹോൾഡ് ദി മൈക്രോ ഇൻസ്ട്രക്ഷൻ ബീയിങ് എക്സിക്യൂട്ടഡ്, മൈക്രോ ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന കൺട്രോൾ ബഫർ രജിസ്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർമലി ഇതിന് വേണ്ട ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് നമുക്ക് വിശദമായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറൻസിനെ ഫെച്ച് ചെയ്യണം. അതായത് ലോഡ് ദി ഓപ്പറൻ എ ഇൻറ്റു രജിസ്റ്റർ എ. എന്നുള്ള ഓപ്പറൻറ്റിനെ A രജിസ്റ്ററിലേക്കും B എന്നുള്ള ഓപ്പറൻറ്റിനെ B രജിസ്റ്ററിലേക്കും നമുക്ക് സ്റ്റോർ ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എക്സ്ട്രാക്ട് ദി സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, സൈനിനെയും മാഗ്നിറ്റ്യൂഡിനെയും എക്സ്ട്രാക്ട് ചെയ്യണം. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. സോ എക്സ്ട്രാക്ട് ദി MSP ഫ്രം ഈച്ച് ഓപ്പറൻറ്റ്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിനെ എക്സ്ട്രാക്ട് ചെയ്യണം. അതായത് സെയിം ആണെങ്കിൽ നമ്മളിവിടെ അഡീഷൻ പെർഫോം ചെയ്യണം, ഡിഫറെൻ്റ് ആണെങ്കിൽ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഉള്ള പാർട്ടാണ് നമ്മൾ ഈ ഇതായിട്ട് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് യൂസിങ് ALUവിൻ്റെ ഹെൽപ്പോടുകൂടിയിട്ട് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. അഡീഷൻ ആണെങ്കിൽ നമുക്ക് A+B ചെയ്യണം. സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യണം. സബ്ട്രാക്ട് സ്മോളർ ഫ്രം ലാർജർ ആൻഡ് സെറ്റ് ദി റിസൾട്ട് ഓഫ് സൈൻ അക്കോർഡിംഗ്ലി. ലാർജറിൽ നിന്ന് സ്മോളർ കുറയ്ക്കുക, എന്നിട്ട് അതിൻ്റെ സൈൻ ഇടുക അല്ലേ? ഓക്കെ, അടുത്തത് നാലാമത്തെ സ്റ്റെപ്പിൽ സ്റ്റോർ റിസൾട്ട് എന്നുള്ളൊരു കേസാണ് നമുക്ക് വരുന്നത്. സോ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ അക്യുമുലേറ്റർ, ദ സൈൻ ബിറ്റ് ഈസ് സെറ്റ് സെപ്പറേറ്റ്ലി ബേസ്ഡ് ഓൺ ഓപ്പറേഷൻ. ഇതാണ് നമുക്ക് ഇത്രയും സ്റ്റെപ്പിലൂടെയാണ് നമുക്കിത് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ബൈനറി മൈക്രോ പ്രോഗ്രാം ഒന്ന് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്, മൈക്രോ ഓപ്പറേഷൻസ് എഴുതിയിട്ടുണ്ട്,
അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത്. അഡ്രസ്സ് ചെയ്യാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് എഴുതിയാണ്, ഇൻക്രിമെൻറ്റ് ബൈ 1 എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഫസ്റ്റ് മെമ്മറി ലൊക്കേഷനിലേക്ക് നമുക്ക് എ ലോഡ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്പറേഷൻ, ലോഡ് ദി ഫസ്റ്റ് ഓപ്പറൻറ്റ് അല്ലേ. അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്പറൻറ്റും നമുക്ക് ലോഡ് ചെയ്യണം. അതായത് ബിയിലേക്ക് നമ്മൾ മെമ്മറി ലൊക്കേഷൻ ബിയിലുള്ള കണ്ടൻറ്റ് നമ്മൾ രജിസ്റ്റർ ബിയിലേക്ക് എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു. ദിസ് ഇസ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് മനസ്സിലായില്ലേ? യെസ്. നെക്സ്റ്റ് അടുത്തത് A0010 എന്നുള്ള അഡ്രസ് ലൊക്കേഷനിൽ നമ്മൾ എയുടെ സൈന് ഡിക്ലെയർ ചെയ്യും. MSP, എയുടെ MSPയിൽ നിന്ന് എയുടെ സൈന് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ബിയുടെ MSPയിൽ നിന്ന് നമ്മൾ ബിയുടെ സൈന് കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ എയുടെ സൈൻ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, മാഗ്നിറ്റ്യൂഡ് A ആയിട്ട് എടുക്കും. ബിയുടെ സൈൻ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് B ആയിട്ട് എടുക്കും. അപ്പോൾ എക്സ്ട്രാക്റ്റ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡാണ് ഈ 2 സ്റ്റെപ്പ്. അടുത്തത് 0100 എന്നുള്ള അഡ്രസ്സിൽ നമ്മൾ ചെയ്യുന്നത്, ഈ സൈനുകൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു. സൈന് എയും സൈന് ബിയും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യും. സെയിം ആണെങ്കിൽ 0110 എന്നുള്ള അഡ്രസ്സിലേക്ക് ജമ്പ് ചെയ്യും. അതായത് എയും ബിയും സെയിം ആണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് അഡീഷനാണ്. അപ്പോൾ അഡീഷൻ ചെയ്യുന്ന ഒരു അഡ്രസ്സാണ് 0110 എന്ന് പറയുന്നത്. അപ്പോൾ 0110ൽ നമുക്ക് എന്ത് ചെയ്യണം, അഡീഷനാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മാഗ്നിറ്റ്യൂഡ് എയും മാഗ്നിറ്റ്യൂഡ് ബിയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനെ അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മളെ സൈൻ എന്ന് പറയുന്നത് മൊത്തം എക്കും ബിക്കും ഒരേ സൈനാണല്ലോ, ആ സൈനായിരിക്കണം നമുക്ക് മൊത്തം റിസൾട്ടിൽ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ആ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു. അതായത് കമ്പൈൻ സൈൻ ആൻഡ് റിസൾട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫൈനലി റിസൾട്ട് എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു അഡീഷൻ ഓപ്പറേഷനാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും സ്റ്റെപ്പാണ് ചെയ്യുക. സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് നേരെ 0100 എന്നുള്ള അഡ്രസ്സ് കഴിഞ്ഞിട്ട് 0101 എക്സിക്യൂട്ട് ചെയ്യും. അതായത് നമ്മൾ സബ്ട്രാക്ഷനാണ് പെർഫോം ചെയ്യാനുള്ളത്. അത് മാഗ്നിറ്റ്യൂഡ് നോക്കണം. ഇഫ് മാഗ്നിറ്റ്യൂഡ് എ ഈസ് ഗ്രേറ്റർ ദാൻ മാഗ്നിറ്റ്യൂഡ് ബി, ദെൻ എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്തിട്ട് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യണം. ശരിയല്ലേ? മാഗ്നിറ്റ്യൂഡ് എ എന്നുള്ളത് ബിയേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യണം, അത് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൈൻ എന്തായിരിക്കും, എൻ്റെ സൈനായിരിക്കും നമുക്ക് കിട്ടുക. അല്ലെങ്കിൽ ബിയിൽ നിന്ന് എ സബ്ട്രാക്ട് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, ബീൻ്റെ സൈനായിരിക്കും നമുക്ക് ഫൈനലി കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ ഓപ്പറേഷൻ, മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. എല്ലാവർക്കും ഇതിൻ്റെ ബേസിക് ലോജിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന പാർട്ടാണിത്. താങ്ക് യു.